മിന്നുകെട്ടിയ സ്വന്തം ഭാര്യയെ വിറ്റവൻ നാളെ സ്വന്തം മകളെയും വിൽക്കില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റുമോ? ഭാര്യയായ ഒരു പെണ്ണ് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല റോബിൻ റീനയെ മിന്നുകെട്ടിയത്. 20 വയസ്സായിട്ടും കുട്ടികളുടെ ബുദ്ധിയും നിഷ്കളങ്കതയുമായി ഒരു വാനമ്പാടിയെ പോലെ പറന്നടന്ന പുന്നാര അനിയത്തിക്ക് ഒരു കുടുംബമുണ്ടായി കാണാൻ, അവൾക്കും ഒരു തുണയുണ്ടാവാൻ റോബിൻ കിനാവ് കണ്ടതിലുമേറെ സ്വർണവും പണവും സ്ത്രീധനമായി കൊടുത്ത് അനിയത്തിയെ സുമംഗലിയാക്കി. റീന അവൾക്ക് സ്നേഹിക്കാൻ അറിയും, എല്ലാവരെയും വിശ്വാസം. മനസ്സ് വളരാത്ത അവളുടെ ചിന്ത 10 വയസ്സിനപ്പുറം പോവില്ല. വളരാത്ത മനസ്സിന്റെ കുറവിന് പകരം ദൈവം ആരും കൊതിക്കുന്ന സൗന്ദര്യം കൊടുത്തു. നല്ല വെളുത്തുമെലിഞ്ഞ് കാണാൻ പത്തരമാറ്റിന്റെ ഭംഗിയായിരുന്നു അവൾക്ക്. കല്യാണം കഴിഞ്ഞവൻ അവളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചു. പക്ഷേ അവൾ ജീവനെ പോലെ, ശ്വാസം പോലെ അവനെ സ്നേഹിച്ചു. മിക്കവാറും റോബിൻ അവളോടൊപ്പം കിടക്കാറില്ല. വല്ലപ്പോഴും അപൂർവമായി മാത്രമേ അവരുടെ ഇണചേരൽ നടക്കാറുള്ളൂ. സെക്സിന് റോബിന് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും റീനയ്ക്കില്ല. എന്നിട്ട് അവർക്കിടയിൽ ഒരു കുട്ടിയുണ്ടായി. അതിനിടയിൽ ആർഭാട ജീവിതത്തിൽ ആവേശം തോന്നി കറങ്ങിയാർന്ന റോബിൻ അവളുടെ കഴുത്തിലെ മിന്നൊഴിയ ബാക്കിയെല്ലാം വിറ്റു. റോബിനെ, നീ എല്ലാം എടുത്തോളൂ. എൻ്റെ അനിയത്തി, അവളെൻ്റെ ജീവനാ. അവള് സന്തോഷത്തോടെ ജീവിക്കണം, ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അനിയത്തിയുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ റോബിന് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ജോർജ് പറയുന്ന വാക്കുകളെ കേട്ടില്ലെന്ന് അടിച്ചു. അവന് വേണ്ടത് പണമാണ്. പണത്തിനേക്കാൾ വിലയുള്ള വേറെയൊന്നും അവൻ കണ്ടിട്ടില്ല. മാസങ്ങൾ കഴിഞ്ഞുപോയി. റോബിൻ ബാങ്കിലുള്ളതും കയ്യിലുള്ളതും തീർത്തപ്പോൾ കാശിന് പുതിയ വഴികൾ ചിന്തിച്ചു. നിന്റെ അച്ഛനോട് കുറച്ച് കാശ് ചോദിച്ചാലോടി? ഇച്ചായൻ ചോദിച്ചോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കണോ? അളി വേണ്ട, ഇടയ്ക്കിടങ്ങനെ കാശ് ചോദിച്ചാൽ ഇച്ചായനെന്ന് തോന്നും. ഒന്നും തോന്നില്ല. എനിക്കൊരാൾ കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിന്ന് രാത്രി ഇവിടെ വരും. നല്ലൊരു ചുരിദാറൊക്കെ ഇട്ട് നീ സുന്ദരിയായി നിൽക്കണം. ഇന്ന് രാത്രി നീ അവൻ്റെ കൂടെ ഉറങ്ങണം. അതെന്തിനാ ഇച്ചായ? എനിക്കിഷ്ടമല്ല. ഇച്ചായൻ്റെ മുത്തല്ലേ, പറഞ്ഞനുസരിക്കണം. അല്ലെങ്കിൽ ഇച്ചായന് സങ്കടാവേ. വേണ്ട, ഇച്ചായ വിഷമിക്കണ്ട, കൂട്ടുകാരൻ വന്നോട്ടെ. അങ്ങനെയായിരുന്നു ഭാര്യയെ റോബിൻ ആദ്യമായി വേറൊരുത്തിന് വിറ്റത്. അപ്പനും അമ്മച്ചി ഉറങ്ങിയതിനു ശേഷം അയാൾ വന്നു. റോബിൻ പറഞ്ഞ കാശ് അയാൾ റോബിന്റെ കൈകൾ വെച്ച് കൊടുത്തു. റോബിൻ ഹാളിലെ സോഫയിൽ കിടന്നു. റീന ഒരപരിചിതന്റെ ഒപ്പം മുറിയിൽ. അയാൾ അവളെ തലോടി ചുംബിച്ചു. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് അവളുടെ ശരീരത്തിന് കിട്ടാത്ത സുഖം. അയാൾ കൊടുത്ത കാശ് അവളിൽ മുതലാക്കാൻ അവളെ ഉറക്കാതെ രതിയുടെ അവൾ അറിയാത്ത പാഠങ്ങൾ അയാൾ പഠിപ്പിച്ചു. ആ രാത്രിക്ക് ശേഷം വീണ്ടും പലരും വന്നു. ചിലർ പലവട്ടം വന്നു. ഇച്ചായ, ഇനി വരണ്ടെന്ന് പറ കൂട്ടുകാരോട്. എനിക്ക് വയ്യ. ഇങ്ങനെ വരും. നീ സമ്മതിച്ചില്ലെങ്കിൽ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാലോ ഞാൻ മരിക്കും. അവളുടെ മനസ്സിൽ റോബിൻ ദൈവതുല്യമാണ്. മിന്നുകെട്ടി അവളുടെ സ്വന്തം ഇച്ഛായന് വേണ്ടി മരിക്കാൻ വരെ അവൾ തയ്യാറാണ്. തെറ്റും ശരിയും വേർതിരിച്ച് ചിന്തിക്കാനോ 10 വയസ്സ് മാത്രം പ്രായമുള്ള അവളുടെ മനസ്സിന് വലിപ്പമില്ല. വീട്ടിൽ വരുന്നവർ പിന്നെ ലോഡ്ജിലേക്കും മറ്റു പലയിടത്തേക്കും അവളെ കൊണ്ടുപോയി. കണക്ക് പറഞ്ഞ് അവരിൽ നിന്ന് റോബിൻ പണം വാങ്ങി. അവന് വേണ്ടത് പണം മാത്രം. ഞാൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടി തന്നെയാ. ഒരാളായാലും രണ്ടാളായാലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ അവളെ ഒപ്പം റൂമിൽ കയറും മുമ്പേ കാശ് എനിക്ക് കിട്ടണം. അവിടെ ഇച്ചാൻ കൂടെ ഉണ്ടാവാൻ മാത്രം റോബിൻ ചൂണ്ടിക്കാണിക്കുന്നവരുടെ ഒപ്പം അവള് പോയി. റീനമോളെ, ഇന്നൊരു സ്പെഷ്യൽ ഫ്രണ്ട് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കാറ് വരും. നീ അതിൽ കയറി പോയിക്കോ. 2 ദിവസം അവിടെ കൂടെ കൂടിക്കോ. എനിക്ക് ഇച്ചായനെ കാണാതെ പറ്റില്ല. പിന്നെ അമ്മച്ചി ഓരോന്ന് ചോദിക്കുന്നുണ്ട്, കൊച്ചിനെ തനിച്ചാക്കി എവിടെ നിങ്ങൾ രണ്ടും കൂടി പോകുന്നെന്ന്. പ്ലീസ് മോളെ, 2 ദിവസമല്ലേ. ഇച്ചാൻ ഇടയ്ക്കിടെ വീഡിയോ കോൾ ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം കാറ് വന്നു. അവൾ ആ കാറിൽ കയറിപ്പോയി. പിന്നെ റോബിനെ വിളിച്ചിട്ട് മൊബൈൽ അവൾ കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് റീന വന്നില്ല. റീനയെ കാണാതായപ്പോൾ റോബിന്റെ അമ്മച്ചി ജോർജിനെ വിളിച്ചു. അനിയത്തിയെ സ്വന്തം മകളെ പോലെ വളർത്തിയ ജോർജ് റോബിന് മുമ്പിൽ പറന്നിറങ്ങി. റോബിന്റെ അരികിൽ വന്ന് കോളറിൽ കുത്തിപ്പിടിച്ചു. ഇന്നത്തെ ഒരു ദിവസം കൂടി നിനക്കാൻ തരും. നാളെ എന്റെ മുമ്പിൽ എനിക്ക് റീനയെ കാണണം. സങ്കടവും ദേഷ്യവും ഇടകലർന്ന ജോർജിന്റെ വാക്കുകൾ റോബിനെ ഭയപ്പെടുത്തി. ആ സമയം ഹാളിൽ ഒറ്റ കളിച്ചുകൊണ്ടിരുന്ന റീനയുടെ കുട്ടിയെ ജോർജ് എടുത്തു. മോളെ ഞാൻ കൊണ്ടുപോവാ. മോളെടുത്ത് കാറിലെത്തി ജോർജ് വണ്ടി മുന്നോട്ടെടുത്തു. കാറ് വീട്ടിൽ വന്ന് നിന്നപ്പോൾ വാതിൽ തുറന്ന് റീന പുറത്തേക്ക് ഇറങ്ങി വന്നു. റോബിൻ വന്നില്ലേ? ഇല്ല, എനിക്ക് ഇനിയും മതിയായില്ല അവനെ. അറിയാൻ വൈകിപ്പോയി ഞാൻ. ആ ചേട്ടയുടെ സ്വഭാവം. പണത്തിന് വേണ്ടി ഭാര്യയെ വിറ്റവൻ നാളെ മകളെയും വിൽക്കും. ഇനി ഇതാണ് നിങ്ങളുടെ വീട്. ഞാനുണ്ടാവും. ഞാൻ നോക്കിക്കോളാം നിങ്ങളെ. അച്ചായ, എനിക്ക് റോബിൻ കൂടെ ഇല്ലാതെ പറ്റില്ല. ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്, ബാക്കി പിന്നെ തീരുമാനിക്കാം. ജോർജ് അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ഇനി ഒരു തവണ പോലും റീന റോബിനെ കാണിക്കില്ല. എല്ലാം അറിഞ്ഞപ്പോൾ റോബിനെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. പക്ഷെ അവനെ പോലെ ഒരു ജന്തുവിനെ കൊന്ന് ജയിലിൽ പോയാൽ കൂടെ ആരുമില്ലാതാവുന്നവരെ ഓർത്തുപോയി ജോർജ്. ഭാര്യയെ വിറ്റവൻ സ്വന്തം ചോരയിലുണ്ടായ മകളെയും വിൽക്കും. എല്ലാം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാശ് കൊടുത്ത് 2 ദിവസത്തിന് അനിയത്തിയെ കാറിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ കണ്ണു നിറഞ്ഞിരുന്നു റീനയുടെ ഏട്ടന്. നാളെ ജോർജ് വരുമ്പോൾ റീനയെ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുവരെ നടന്നൊക്കെ എല്ലാവരും അറിയും.
അപ്പനും അമ്മയും നാട്ടുകാരും കൊല്ലാതെ കൊല്ലുമെന്ന് ഓർത്തപ്പോൾ റോബിൻ ആരോടും പറയാതെ നാട് വിടുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അന്ന് രാത്രി തന്നെ റോബിൻ നാട് വിട്ടു. എന്നെങ്കിലും ഒരിക്കൽ റീന അവളുടെ ജീവനായ റോബിൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. ഇനിയൊരിക്കലും റോബിൻ തിരിച്ചു വരുത്തേ എന്ന പ്രാർത്ഥനയിൽ ജോർജ്. അപൂർവമായി മാത്രം ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ചെകുത്താന്റെ സന്തതികൾ ആരാലും തിരുത്താനോ മാറ്റാനോ കഴിയാത്ത പാപജന്മങ്ങളായി എല്ലാവർക്കും സങ്കടം കൊടുത്ത് സ്വാർത്ഥരായി ജീവിക്കും.